അഭിലാഷ് ടൈം നിങ്ങളെ കുറിച്ച് ഒരു ആരോപണം പുള്ളിക്കാരി ഉന്നയിച്ചത് മസാജ് ചെയ്യാൻ ക്ഷണിച്ചു എന്നുള്ള രീതിയിലാണ്. അതിനെ കുറിച്ച് എന്താ പറയാ? കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു, മൊത്തം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ആ ചാനലിൽ നിന്ന് ആ ഒരു വീഡിയോ ഡിലേറ്റ് ആക്കി വീണ്ടും ഇട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, പോയായിരുന്നു. ഇപ്പൊ എന്ത് വേണമെങ്കിലും പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ വ്യക്തിയെ കുറ്റം പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആരെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയില്ല. പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ കൂടുതലായിട്ട് അവർക്കൊരിത് കിട്ടണമല്ലോ അതിനു വേണ്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ലേഡീസ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ ചങ്ക് പ്രോ അല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ അത് പറയണെന്ന് പറഞ്ഞാൽ അവന്റെ ഇതായിരിക്കും പെരുമാറ്റ രീതികളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പറയണേ. എന്ന് പറഞ്ഞ പോലെ അവനെ വരെ കുറിച്ച് അവര് മോശമായിട്ട് പറഞ്ഞത് റൂമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവൻ ഈ ഷോർട്ട് ഫിലിമിലേക്ക് ഇവിടെ വിളിക്കത്തില്ല, ആണല്ലോ. ഇപ്പൊ റൂമിലേക്ക് ക്ഷണിച്ച ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ നമ്പർ എല്ലാം ബ്ലോക്ക് ആയിരിക്കും. ഈ ഷോർട്ട് ഫിലിമിൽ അവൾ അഭിനയിക്കുകയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് കരുതി എന്തൊക്കെയോ വലിച്ചു വാരിയിരുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ റിയ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അവളുടെ തന്നെ ഭാവിയാണ് പോകുന്നത്, ആണല്ലോ. ഒരാളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവള് നാളെ എന്തെങ്കിലും ഒരു കല്യാണമോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ, എന്തായാലും വരുവാണെങ്കിൽ തന്നെ അവളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ വരുവാണെങ്കിൽ തന്നെ അലൻ പീഡിപ്പിച്ചു, അങ്ങനെ പീഡിപ്പിച്ചു, ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ലൈഫ് തന്നെ പോകും. അത് മാത്രമല്ല, ഇപ്പൊ ഒരു വർക്കിന് ഒരു ഡയറക്ടർ ഇവിടെ വിളിക്കാൻ മടിക്കും. കാരണം ഞങ്ങളുടെ വർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിസിറ്റി ആയിട്ട് എന്തെങ്കിലും പോകുന്നവർ പേടിച്ച് വിളിക്കത്തില്ല. അപ്പൊ നമ്മുടെ കുഴി നമ്മൾ തന്നെ തോണ്ടുക പറഞ്ഞ രീതിയാണ്. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. സെറ്റിലൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ചേട്ടാ ചേട്ടാ എന്നൊക്കെയാണ് വിളിച്ചത്, ചേട്ടനെ പോലെയാണ് എന്നൊക്കെയാണ് പറഞ്ഞ സെറ്റിൽ വെച്ച്. പിന്നെ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഞാൻ അലന്റെ കൂടെയാണ്. കാരണം പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിൽക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ കൂടെ ബാധിക്കുന്ന ഒരു കേസാണ്. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് സ്ട്രോങ് ആയിട്ട് 1-2 പേര് അങ്ങോട്ട് പോയി, വീട്ടിലേക്ക് പോയി. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അലന്റെ കൂടെ നിൽക്കണം. കാരണം ഒരിക്കലും കല്യാണം എന്ന് പറയുന്ന സംഭവം നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഏജ് ഉള്ള ഒരു ലേഡിയാണുള്ളത്. അത് ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കലും നടക്കത്തില്ല. അത് ഒന്ന്. പിന്നെ മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ് വെട്ടി തുറന്ന് പറഞ്ഞു. ഞാനിവിടെ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നെ അത് ചെയ്തു തന്നെ എന്നൊക്കെ പറഞ്ഞു. അവൻ അറിയാലോ ഇവനെ കുറിച്ച്. ഞങ്ങൾ തന്നെ പറയേണ്ടറിയാം. അവൻ എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തും പറഞ്ഞു, മീഡിയാസിന്റെ ഒക്കെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അത് അവള് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. ആ രീതിയിലാണ്. കാരണം പലപ്പോഴും ഇവള് വിളിക്കുമ്പോൾ ബ്രൈറ്റ് ഒച്ചെടുക്കുന്ന പറഞ്ഞ് ഞാൻ കേട്ടേക്കണേ, സത്യമുള്ള കാര്യമാണ്. നീ അങ്ങോട്ട് പോവാ, നീ വീട്ടിൽ പോകുന്ന പറഞ്ഞ ഒരു ചേട്ടനെ പോലെ ബ്രൈറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അവളുടെ കൂടെ പോകണ്ട, നീ വീട്ടിൽ പോകുന്നവര്. ഇനി നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ നിലപാടെന്താ? ഞങ്ങള് മുന്നോട്ടെന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല. കാരണം വെച്ചാൽ അവള് പല രീതിയിൽ പേടിപ്പിക്കുന്ന, അന്ന് തന്നെ ആ വീഡിയോ ഇട്ട ദിവസം തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീഡിയോ അയച്ചു. അവളൊന്ന് ചിന്തിക്കണം. റീൽസ് വോയിസ് അയച്ചു. ഈ വോയിസ് അയക്കുമ്പോ ചിലപ്പോ ഒരു പെട്ടെന്ന് അലീന് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നുവാണെങ്കിലോ അവള് പെടില്ലേ? അതായത് അലീൻ പെട്ടെന്ന് കേൾക്കുമ്പോണ്ടല്ലോ, ചില ആൾക്കാർ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് കളിയാക്കുന്നതാണെന്ന് തോന്നില്ല, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു പോയാലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവന് ടെൻഷൻ കയറിയിട്ടാണ് ഞങ്ങളെല്ലാം വിളിച്ച് വോയിസ് എല്ലാം കേൾപ്പിച്ചത്. കാരണം ഞാൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പിന്നെ അവള് പറയും ഞാനൊരു പെണ്ണാണ്, ഞാൻ ഇപ്പൊ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുള്ളൂ. പെണ്ണെന്ന് പറയുമ്പോൾ കാരണം ഒരു കാര്യമുണ്ട്, സ്ത്രീകള് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, തെറ്റെന്ന് പറയില്ല. ചിലവർ ഇത് മുതലെടുക്കുന്നുണ്ട്. അതായത് അവർക്കിട്ട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പിച്ചി മാന്തി എന്ന് പറഞ്ഞ കേസ് കൊടുക്കുക, പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുതലെടുക്കുന്ന കുറെ ആൾക്കാരാണ്. അവരോട് എനിക്കെന്നേ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മള് സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവര് സത്യമായുള്ള രീതിയിലാണ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പേര് കൂടെ നിൽക്കുന്നത് പറഞ്ഞല്ലോ. അപ്പൊ മുതലെടുക്കുന്ന രീതി കൊള്ളൂല. അതായത് അവിടെ പീഡിപ്പിച്ച് ഇവിടെ തൊട്ടു എന്ന് പറഞ്ഞാൽ 2 പേരും കൂടിയുള്ള ഒരു കണ്ടുമുട്ടലും അതുപോലെ തന്നെ വെളിയും കാര്യങ്ങളുമാണ്. അവിടെ പീഡനം വരുന്നില്ലല്ലോ ആണ്. പക്ഷേ പിന്നെ റീൽസ് ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു, ഉമ്മ വെച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ സമൂഹത്തോടെയാണ് ആയിരിക്കുമല്ലോ ബ്രൈറ്റ്. അത് പെരേരോടുള്ള ഒരു ബ്രൈറ്റ് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, പെരേരോട് ചെറിയൊരു ഇതുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വേറെ രീതി പറഞ്ഞ തെറ്റല്ലേ? വീഡിയോ പോസ്റ്റ് ചെയ്ത് അവളും കൂടെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞ ന്യായമുണ്ടോ? ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവളുടെ പേജിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് പറഞ്ഞവരോട് യോജിപ്പില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കെട്ടിപ്പിടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർബന്ധിച്ച് ആരെയും ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെയുള്ള കാരണം ചില ആളുകൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്, താഴെ വന്ന് കമന്റ് പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും അറിയാണ്ടാണ് അവർ കമന്റും തെറിയും വിളിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാർക്ക് റിയെ കുറിച്ചും അറിയില്ല, പെരേരെ കുറിച്ചും അറിയില്ല. നമ്മളിപ്പോ ഗായത്രി സുരേഷ് ആണെങ്കിലും മിയയോടാണെങ്കിലും പരിചയപ്പെട്ട വീഡിയോ കണ്ടപ്പോൾ അവര് പറഞ്ഞ് നടിമാരോടൊന്നും പോയി പരിചയപ്പെടരുത്, കൈ കൊടുക്കരുതൊക്കെ പറഞ്ഞ തെറ്റല്ലേ? മീഡിയക്കാരോട് ജാട കാണിക്കണം, മീഡിയക്കാരോട് മീഡിയക്കാരോട് ജാട കാണിക്കണം, കുറച്ച് വെയിറ്റിട്ടൊക്കെ നിൽക്കണം, എല്ലാ മീഡിയക്ക് കൊടുക്കരുത്, ഹൈപ്പുള്ള മീഡിയക്ക് മാത്രം കൊടുക്കും. ഞങ്ങൾക്ക് അങ്ങനെ അന്നും സാധാരണക്കാരായിട്ട് തന്നെയാണ് റിവ്യൂ പറയാൻ പോകുമ്പോൾ ചെല്ലണം. അല്ലാണ്ട് നമ്മള് ഡ്രസ്സിങ്ങിനെ കുറച്ച് മോഡിഫൈ ചെയ്യുമെങ്കിലും നമ്മളെപ്പോഴും പാവപ്പെട്ടവൻ തന്നെയാണ് അന്ന്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മസ്താനയുടെ വീഡിയോ വന്നപ്പോഴും പോലും മസ്താനി അത്ര മസ്താനോട് പോകരുത്, അവളെ കുറിച്ച് പലതും കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ പോകരുത്, മോശം പേര് കേൾക്കും, മസ്താനയുടെ ഇന്റർവ്യൂ ഒന്നും കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ആരുടെ ഇന്റർവ്യൂ നല്ലതാണെങ്കിൽ കൊള്ളാണെങ്കിലും നമ്മള് മസ്താനായിട്ടുള്ള ഒരു പ്രാങ്ക് മലയാളം മീഡിയയിൽ ചെയ്തത് അവിടെ നമുക്ക് യോജിക്കുന്നു. അവള് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പണ്ട് ചെയ്തു വെച്ച സാധനം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവള് ഒരു വീഡിയോ നമ്മോട് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു, മനസ്സിലായി? നമ്മള് റീൽസ് ചെയ്താൽ എന്റെ പേജിൽ ഇടുന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്തത്, അല്ലാണ്ട് ഇപ്പൊ പുതിയ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള വീഡിയോസ് ഒന്നും കളയാൻ പറ്റൂല. ഒരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം വാശി വൈരാഗ്യം എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഒരാളെ തെറി വിളിക്കുമ്പോൾ തിരിച്ച് തെറി വിളിക്കണം, അവനൊരു വാശിയാണ് തെറി വിളിക്കുക എന്ന് പറഞ്ഞ പോലെ. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതില് കുത്തിപ്പൊക്കി അല്ലെങ്കിൽ ഇതിന്റെ പുറകെ പോകാണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവും. അല്ലാണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ലൈഫ്. അല്ല, നമ്മള് ഇന്റർവ്യൂ കൊടുക്കില്ലായിരുന്നു. കാരണം അവൾ ആദ്യം പെരേരെ പേടിച്ചിട്ടാണ് ആ ഇന്റർവ്യൂ കൊടുത്തത്. രണ്ടാമത് അവള് കമന്റ് വിട്ടിട്ടുണ്ട് അതിന്റെ നമ്മളെ പണ്ട് ഞാനൊരു ഞാൻ പറഞ്ഞിട്ട് അപ്പം രണ്ടാമത് അവൾ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അപ്പം ഞങ്ങളടുത്ത് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇത് സത്യമാണെന്ന്. അപ്പൊ കൃത്യമായ കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു, ഓ ഇവളിങ്ങനെ ഇവളെ എവിടുന്ന് കിട്ടിയെന്നാ പലരും ചോദിച്ചത്. ഈ നമ്മളെ ഒരാള് സഹായിക്കാൻ പോകുന്നതൊക്കെ പേര് ഷെറി എന്ന് പറയുന്നുണ്ട്, ചിലര് വീട് മാളയാന്ന് പറയുന്നത്. ഇവളെ എന്താ പറയാ, പാസ്റ്റിനെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഇവള് ഇതിനു മുമ്പ് കല്യാണം കഴിച്ച ആളാണോ ഫോട്ടോ തന്നെ കുറെ പേര് പറഞ്ഞു. ഞങ്ങളെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടായിരുന്നു ഷൂട്ട് നടക്കണതിന്റെ. അന്നേരം കുറച്ച് പേര് പറഞ്ഞായിരുന്നു അങ്ങനെ. അപ്പൊ ഇത് അവിടെ നിന്ന് കിട്ടിയിടാവ് ഇതൊക്കെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞാണ്. കാരണം എന്ന് വെച്ചാൽ നീ ഇതിന്റെ പുറകെ പോലെയോട്ട് നിങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലൊരു എന്താ പറയുക കുന്നായ്മ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ആരെ കുറിച്ചാണ് കുന്നായ്മ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വിളിച്ച് അഭിനയിപ്പിക്കുന്നതുകൊണ്ട് പറയണത്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ് കേൾക്കാറുന്നുള്ള രീതിയാണ്. അവൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടപ്പോ തന്നെ ഒരു വർക്ക് നടക്കണമല്ലോ. നമുക്കൊരു ആദ്യമായിട്ടൊരു നായിക പ്രസൻസിൽ കഥാപാത്രം നല്ല രീതിയിൽ ചെയ്ത് റിയ എന്ന് പറഞ്ഞ പെൺകുട്ടി. പക്ഷെ കഥാപാത്രം കഴിഞ്ഞ് റിയൽ ലൈഫിലേക്കുള്ള ഇടപെടലും നമ്മളോടുള്ള ഓവറായിട്ടുള്ള നമ്മളെല്ലായിടത്തും കൊണ്ടു നടക്കണവള എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഇല്ലാണ്ടായി കളഞ്ഞോളാം. സെറ്റിന്ന് വരെ ഇനി അലിയേട്ടന്റെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഇനി ബോഡി ഗാർഡ്സിനെ സെക്യൂരിറ്റീസിനെ വെക്കുമെന്ന് തന്നെ പ്ലാൻ ചെയ്യണം, ഏർപ്പാടാക്കണം. നമ്മുടെ പ്രൊഡ്യൂസർ നിഷ ഈ ഡബിങ്ങിന്റെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പൊ പറഞ്ഞില്ലെങ്കിൽ അത് ഇവിടെ ഓർത്തെ. ഡബിങ്ങിന്റെ സമയത്ത് ആലപ്പുഴയിലായിരുന്നു ഡബിങ്, അമ്പലപ്പുഴ. ഞാനില്ലായിരുന്നു, ഇവരാണ് പോയത്. ആ സമയത്ത് അവിടെ അമ്പലപ്പുഴയിലെ ട്രെയിനിലാണ് ആദ്യം പോകാൻ പ്ലാൻ ഇട്ടത്. ട്രെയിനിൽ വെച്ച് നമുക്ക് വേണ്ടാത്ത രീതിയിൽ പോകാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ സ്വപ്നം കണ്ട് സംഭവം അപ്പൊ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചത് നീ ആ സമയം ഉറങ്ങിപ്പോയെന്ന് നോക്കി. ഞാൻ അവസാനം സ്കൂട്ടറിന് വന്നിട്ട് അവസാനം ബസ്സിന് പോയി. ഞാനോ ഷൂട്ട് ട്രെയിനിൽ പോയെങ്കിൽ അവള് ശാരീരമായിട്ട് ഉപയോഗിച്ചു. നിഷ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞ കേസാണ്. നിഷ പോയി അല്ലെങ്കിൽ നിഷ പറഞ്ഞത് ഇവര് ഭയങ്കരമായിട്ട് വഴക്കായിരുന്നു. കാരണം വേറെ പെണ്ണിന്റെ കൂടെ റീൽ ചെയ്യാൻ പറ്റില്ല, അതായത് മറ്റുള്ളവരുടെ കൂടെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു ബസ്സിലൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് വെച്ചാൽ നിഷ പറഞ്ഞു നിങ്ങൾ എന്നെ ബസ്സിൽ കിടന്ന് കേൾപ്പിക്കണം, നിങ്ങൾ മാത്രമല്ല ആൾക്കാരൊക്കെ കേൾക്കും എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവം ഉണ്ടായി. പിന്നെ ഒരു സംഭവം ഇവൻ അഡ്ജസ്റ്റ്മെന്റ് വിളിച്ചത് ആ സമയത്താണെന്ന് പറഞ്ഞ് കൂട്ടി വായിക്കാൻ പറയാല്ലേ. ഇവള് വെറും ഒരു ശല്യക്കാരി മാത്രമാണ്. ഈ ഡബ് ചെയ്ത പ്രസാദേട്ടനെ വിളിച്ചിട്ട് ഞാൻ സ്പീക്കർ ഇട്ട് ഇവരെ കേൾപ്പിച്ചു. പുള്ളി പറഞ്ഞത് ഇവരവിടെ കിടന്ന് വഴക്കിട്ടത് അവക്ക് അവനെ കെട്ടണം എന്ന് പറഞ്ഞാണല്ലോ വഴക്കിട്ടത്. പുള്ളിക്ക് അറിയാം, മനസ്സിലായി, പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി പക്ഷെ ഇതിന് വീഡിയോ ഒന്നും കൊടുത്തില്ല. പുള്ളി ജോലി ഡബിങ്ങും കാര്യമൊക്കെ. കുടുംബത്തിൽ പറഞ്ഞ ഒരാള് മറ്റേ പ്രായത്തില് മൂത്തൊരു ആന്റിയുടെ പ്രായമുള്ള ഒരാളെന്ന് തന്നെ പറയാം. 39 വയസ്സ് എന്ന് പറയുമ്പോ ഇപ്പൊ എന്റെ ഒരു ആന്റി ഉണ്ട്, നമ്മുടെ റൂബി എന്ന് പറഞ്ഞ ആന്റിക്ക് 39 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആന്റിയുടെ പ്രായമുള്ള ആളെ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. നമ്മളൊരു മെന്റലി നമ്മൾ മിണ്ടും സംസാരിക്കും, അല്ലാണ്ട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്ത ശാരീരമായിട്ട് അടുക്കത്തില്ലല്ലോ നമ്മളായിട്ടും ഏജ് മൂത്തൊരാളോട്. നമ്മളെ സ്വയപ്രായക്കാരായിട്ട് നമ്മൾ കല്യാണം ചെയ്യാൻ തയ്യാറാണ്. നാളെ ഒരു 25 വയസ്സല്ലോണ്ട് വന്നാലും നമുക്ക് തയ്യാറാണ്, കുഴപ്പമില്ല. അത് അത്രയും ഡിഫറൻസ് അല്ലേ ഉള്ളു. ഇതിപ്പോ 39 എന്ന് പറഞ്ഞാൽ 16 വയസ്സ് 30 എന്ന് പറയുമ്പോ 16 കൊല്ലമാണ്. അപ്പോഴും പ്രശ്നമുണ്ടല്ലോ, അലിന് കറുത്ത പെണ്ണിനെ വേണ്ടെന്നല്ലേ പറഞ്ഞേ. അത് അത്യാവശ്യം വെളുത്താക്കിയാണ്, പക്ഷെ വെളുത്തതിനെ പറ്റി പറയുന്നില്ല. അവള് അത്യാവശ്യം സുന്ദരി തന്നെയാണ്, എന്നാലും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അവള് വേറെ കാര്യം പറയാം. ഇപ്പൊ പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്ന സമയമുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ക്യാമറക്ക് പുറകിൽ നിന്ന് അഭിനയിച്ച കാലം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കുഞ്ഞു പോലും നമ്മുടെ അടുത്ത് വന്നിട്ട് നേരെ പോലും നോക്കിയിട്ടില്ല. ഇപ്പൊ റിവ്യൂ വന്നതിന് ശേഷമാണ് ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റ് ചെല്ലുമ്പോഴും 10 പെണ്ണുങ്ങൾ നോക്കി ചിരിക്കുന്നതും കളിയാക്കുന്നതും മിണ്ടാൻ വരുന്നതും പാട്ട് പാടാനും വിളിക്കുന്നതും ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന് കൊടുത്ത ഒരാൾ മാത്രമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് റിയനെ. സെലിബ്രിറ്റി ആയ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പുറകെ കെട്ടാന്ന് പറഞ്ഞത്. അല്ലാണ്ട് പണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നാൽ നീ എന്നെ കെട്ടോടി റിയ, മനസ്സിലായ?
ഇപ്പൊ സെലിബ്രിറ്റി ആവണ്ടല്ലോ നീ ഉണ്ടാക്കാൻ പറ്റുന്നത്, മനസ്സിലായോ? പിന്നെ അവള് പറഞ്ഞു, എന്നെ റിയ അലിൻ ജോസിനെ കല്യാണം കഴിച്ച നാളെ മീഡിയ ലോകം മറ്റേ പത്രപ്പുറത്ത് വരെ കവർ ചെയ്യും, നാളെ പത്രത്തിൽ വരെ വാർത്ത വരും എന്ന് പറഞ്ഞ് കൂടി വൈറലാവുന്നു. അത് താൻ സമ്മതിക്കത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ വരാം, പക്ഷെ ഇത് മോശം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ കൂടെ നമുക്ക് ഒന്നും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സ്വഭാവം അത്ര നീറ്റ് അല്ല. നമ്മൾ മനസ്സിലായോ? നമ്മളൊരു പ്രായക്കാര് നമ്മളോട് നമ്മുടെ കുടുംബക്കാരായിട്ട് പല പല മറപ്പെടങ്ങളുണ്ട്, അവരൊക്കെ നമ്മളോട് പ്രപ്പോസ് ചെയ്യാൻ നമ്മൾ ആലോചിക്കും, മനസ്സിലായോ? അല്ലാണ്ട് ഈ കണ്ട ആണുങ്ങളുടെ പുറകെ പോകുന്ന പെണ്ണുങ്ങളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അറിയാൻ വേണ്ട റിയ പക്ഷെ ഒരുപാട് മണ്ടത്തരാ കാണിച്ചേക്കുന്നത്. കാരണം ഇവള് പിടിച്ചു നിൽക്കാനാണെങ്കിലും ഇവള് ഇങ്ങനൊക്കെ പറഞ്ഞു. അത് ആട്ടായം പറഞ്ഞ പോലെ തന്നെ അവൾക്ക് തന്നെ അതൊരു ഭയങ്കര ഭാവിയിലും സിനിമാ ഫീൽഡിലും തന്നെ ഭയങ്കര ഒരു പ്രശ്നമാവും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും ആരും വിളിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവള് തന്നെ പറഞ്ഞു പല പല ചാൻസിന് വേണ്ടി പല നടന്മാർക്ക് വേണ്ടി നടന്മാരുടെ കൂടെ അഡ്ജസ്റ്റ്മെന്റിന് വേണം പോകണമെന്ന്. അതൊക്കെ തെറ്റല്ലേ? അതൊക്കെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന രീതി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനത്തെയൊക്കെ പറയുമ്പോ തന്നെ അറിയാം. ജൂനിയർ ആർട്ടിസ്റ്റ് നിന്നിട്ട് മര്യാദക്ക് അഭിനയിച്ചിട്ട് പോയാൽ പോരെ, അല്ലാണ്ട് കൂടുതൽ അഭിനയിക്കണമെങ്കിൽ മര്യാദക്ക് ഈ ഷോർട്ട് ഫിലിമിൽ മര്യാദക്ക് നിന്നെങ്കിൽ എന്റെ കൂടെ ഇഷ്ടത്തിന് വരാണ്ട് മര്യാദക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്ത് പോയെങ്കിൽ ഇവള് 2 നായക വേഷം ഞാൻ പറഞ്ഞ അടുത്ത സിനിമയിൽ ചെറിയൊരു ക്യാരക്ടർ വേഷം, അപ്പൊ അത് പോയില്ലേ? ഇപ്പൊ അവിടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പോ പറഞ്ഞു ഇനി ആ റോൾ കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു.